ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി നല്ലപോലെ 3-4 വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷം, പൊടിയരി ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ടോ. അപ്പോൾ പൊടിയരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെ എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമ്മളിട്ട അരിയേക്കാളും 2-3 മടങ്ങ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി നിൽക്കുന്നതിനും ഒരു 2 മടങ്ങ് വെള്ളം കൂടുതലുണ്ട്. അങ്ങനെ ഒഴിച്ച് ഞാനിപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 7-8 വിസിൽ നല്ലപോലെ ഒന്ന് അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ വിസിൽ അടിച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതങ്ങനെ ഒരു 8 വിസിലോളം അടുപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് കേട്ടോ. അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഇത് മാത്രം മതി. നല്ല മണവും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ കഞ്ഞി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 അല്ലെങ്കിൽ 5-6 എന്താ പറയുക ചുവന്നുള്ളി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ചെറുതായണ്ട, വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. തീരെ ചെറുതായണ്ട ഞാനൊരു 5-6 എണ്ണം എടുത്തേക്കുന്നത്. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടി. നമ്മൾ അരിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെച്ചേക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ജീരകം പൊടിയേ ഉള്ളൂ, അതുകൊണ്ടാണ്. നല്ല ജീരകം മുഴുവനും ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള തേങ്ങ. അപ്പോൾ അത് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ആവശ്യത്തിന് വെള്ളമൊക്കെ ഈ സമയം നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിയിലേക്ക് ഒഴിച്ച് എത്രയാണോ നമുക്ക് വെള്ളം ആവശ്യം അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ മണവുമാണ് കേട്ടോ ഈ കഞ്ഞിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്കൊന്ന് വെച്ച് കഴിച്ച് നോക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ഉലുവാക്കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കത്തില്ല, അതിൻ്റെയൊക്കെ ഒരു ഇത് തന്നെ. പക്ഷെ ഉലുവ ചേർക്കുന്നില്ലെന്നുള്ളത് കൊണ്ട് നല്ല മണമാണ്. നമ്മൾ ഈ നല്ല ജീരകവും തേങ്ങയുടെയും ചുമന്നുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മണം സൂപ്പറാണ് കുടിക്കാൻ. അപ്പോൾ ഈ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇപ്പോൾ ഞാൻ ഈ കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ എത്ര കഞ്ഞി ലൂസായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല മറ്റൊരു ആളുടെ ഇഷ്ടം, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലുള്ള അവരുടെ ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇപ്പോൾ നല്ലപോലെ അരപ്പെല്ലാം ഇട്ടതിന് ശേഷം തേങ്ങാക്കൂട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കഞ്ഞി. അപ്പോൾ ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം ഇത്തിരി മടിയൊക്കെ തോന്നി വൈകിട്ടത്തേക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കുടിക്കാറ് പതിവുള്ളതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ താളിപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് നെയ്യ് എടുക്കുക. നെയ്യ് ഇഷ്ടമുള്ളവർ ഇച്ചിരി ഏറെ ചേർക്കുക, ഇഷ്ടമില്ലാത്തവർ അത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷേ നെയ്യ് ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം അത് നല്ല ചൂടായതിന് ശേഷം നമുക്ക് നല്ല ജീരകം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് പൊടിയായതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ച് നമുക്ക് ഇട്ട് കൊടുത്ത് ഒത്തിരി കരിഞ്ഞു പോകരുത്. നല്ലപോലെ ഒന്ന് ചെറിയൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. 1-2 തണ്ട് കറിവേപ്പിലയൊക്കെ ചേർക്കാം, അതിന് നല്ല മണം കിട്ടും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇതായി വരട്ടെ. കരിഞ്ഞു പോകാതെ, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇപ്പോൾ ഇത്രയും മതി. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ആ കഞ്ഞിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ചാൽ ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിക്കുക. ചിലർക്ക് നെയ്യ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമുള്ളവർ ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എന്താ പറയുക, താളിപ്പ് ഒഴിച്ചതിന് ശേഷം ഉടനെ നമ്മൾ തുറന്ന് വെക്കരുത്. കുറച്ച് നേരം അടച്ച് തന്നെ വെച്ചേക്കുക. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ആ കഞ്ഞി കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. വേറെ കറിയോ ചമ്മന്തിയോ അച്ചാറോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി.
അത് ഈ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ചെറു ചൂടോടുകൂടി അങ്ങ് കുടിക്കണം. എന്താ രുചിയെന്നറിയാമോ? ആ മണവും ആ ടേസ്റ്റും എൻ്റെ പൊന്നെ ഒന്നും പറഞ്ഞറിയിക്കാനല്ല. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്.